ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞാൻ ഒരു ദിവസം ഹാഫ് ഡേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാലത്ത് വെള്ളയപ്പം ഒരു മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം കാലത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് തൃശ്ശൂർ ഒന്ന് പോകണമായിരുന്നു ബാങ്കിൽ. അപ്പം അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ലഞ്ച് ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൽ സ്പൈസസ് ഒക്കെ ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, അതുപോലെ സവോള പച്ചമുളക്, അതുപോലെ പച്ചമുളക് അങ്ങനെ നിറയെ കീറി ഇട്ടിരിക്കുകയാണ്. കാരണം കുട്ടികൾ കഴിക്കുമ്പോൾ അത് ഭയങ്കര സ്പൈസ് ആകുമ്പം അവർക്കത് മാറ്റി വെച്ച് കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്രയും നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടിട്ടുള്ളത്. അപ്പം ഇതൊന്ന് സവോളയിൽ നിന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ എന്ന് പറയുമ്പം നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണ് വെജിറ്റബിൾ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാരറ്റ്, പൊട്ടാറ്റോ, അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ ബീൻസ് വേവിച്ചതും കൂടെ ഇടുന്നുണ്ട്. ഇത് നമ്മൾ നാളികേര പാലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് തിക്ക് ഗ്രേവി ആയിരിക്കും. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പം കുറേ നാളായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഞാൻ കുറച്ചധികം ബിസി ആയിരുന്നു. ബിസി മാത്രമല്ല, നല്ല മടിയായിരുന്നു കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാനും ഇടാനും ഒക്കെ നല്ല മടിയായിരുന്നു. എൻ്റെ ക്യാമറ ഒന്ന് കംപ്ലൈൻ്റ് ആയി അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാനും പറ്റുന്നില്ല. ഒരു ബ്ലർ എഫക്റ്റ് എപ്പോഴും നിൽക്കുന്നു. രണ്ട് ഫോണുണ്ട്. അതിലൊരു ഫോണിലാണ് ബ്ലറായിട്ട്, സാധാരണ വീഡിയോ എടുക്കുന്ന ഫോണിലാണ് ബ്ലറായിട്ടുള്ളത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടില്ല എപ്പോഴും. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ മടിയുണ്ട്. പിന്നെ വീട്ടിൽ കുറച്ച് റിനോവേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ അത് ഞാൻ എന്താ പറയുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ സെയിലാണ് ഉദ്ദേശിക്കുന്നത്. ഷോപ്പല്ല കേട്ടോ. ഓൺലൈനിൽ കൂടെ കുർത്താസ്, അതായത് ചുരിദാറിൻ്റെ ടോപ്പുകൾ മാത്രം സെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഞാനത് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മീഡിയ എന്ന് പറയുന്നത് വാട്സാപ്പ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, 4 മീഡിയ കൂടെ സെല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനിപ്പോൾ ഒരു പേര് വേണം, അതുപോലെ തന്നെ ഒരു എംബ്ലം, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പം പിന്നെ ഞാൻ വെബ്സൈറ്റ് ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റിൽ കൂടെ സെല് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡൊമൈനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പതുക്കെ വെബ്സൈറ്റിൽ കൂടെ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പർച്ചേസിംഗ് ഒക്കെ കുറച്ച് ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റെസ്പോൺസ് അറിഞ്ഞിട്ട് വേണം ഇനി ബാക്കി. ഞാൻ എൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ആണോ എന്താ പറയുക, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഒരു 18 to 40 ഇയേഴ്സിൻ്റെ ഉള്ള ആൾക്കാർക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പുകളാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ പലരും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇടാവുന്ന രീതിയിലുള്ള ടോപ്പുകൾ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ തുടങ്ങിയതിന് ശേഷം വേണം നമുക്ക് ആ ഒരു രീതിയിലൊക്കെ ചിന്തിച്ച് സ്റ്റോക്ക് എടുക്കാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോസ് ഇടാൻ പറ്റാത്തത് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ ബാങ്കിൽ പോയി. ഇപ്പം ഞങ്ങൾ ജയ പാലസിലേക്കാണ് പോകുന്നത്. തൃശ്ശൂർ ഞങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കയറുന്നത് ജയ പാലസിൽ തന്നെയാണ് കേട്ടോ. അവിടെ ഒരു വിൻഡോ ഉണ്ട്, ഒരു ഗ്ലാസ് വിൻഡോ. ആ വിൻഡോൻ്റെ അടുത്തുള്ള സീറ്റാണ് ഞങ്ങളുടെ ഫേവറേറ്റ് സീറ്റ്. അവിടെ ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ റൗണ്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ലഞ്ച് ഹോട്ടലിൽ നിന്ന് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകട്ടോ. പിന്നെ വീട്ടിൽ കുറച്ച് റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ കുറച്ച് കബോർഡ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ കിച്ചണിൽ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. മെയിൻ കിച്ചണല്ല, വർക്ക് ഏരിയയിൽ കുറച്ച് വർക്ക്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങിയ സമയത്താണ് ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നത്. അതിനുശേഷം ഗാർഡൻ വർക്ക്സ് നടന്നിട്ടുണ്ട്.
അപ്പം ഗാർഡനൊക്കെ എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഗാർഡൻ ഒന്ന് ശരിയാക്കണം. ഞങ്ങളുടെ വീട് ഒരു 12 സെൻറ്റിൽ 3400 സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത്. അപ്പം പറമ്പിനേറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വീടാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പം ഫ്രണ്ടിലും സൈഡിലും കുറവാണ് സ്പേസ്. പ്ലോട്ട് ഒരു പ്രത്യേക ടൈപ്പ് പ്ലോട്ട് ആയതുകൊണ്ട് നമുക്ക് വീട് ഒട്ടും ബാക്കിലോട്ട് ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ടിൽ ഒരു 3 മീറ്റർ മാത്രമാണ് മുറ്റമുള്ളത്, സൈഡിലും അതന്നെ. ബാക്കിലോട്ട് നല്ല നീളത്തിൽ മുറ്റമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ ചെടി വെച്ചപ്പോൾ അത് മഴയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം സ്പ്രെഡായി നടക്കാൻ പറ്റാത്ത രീതിയിലായി തുടങ്ങി. അപ്പം കുട്ടികൾക്കൊക്കെ പുറത്തിറങ്ങുമ്പോൾ പേടിയായി തുടങ്ങി. അപ്പോൾ നമ്മളതൊന്ന് ഇൻ്റർലോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഗ്രാസും ആർട്ടിഫിഷ്യൽ ഗ്രാസും സ്റ്റോണൊക്കെ വെച്ചിട്ട് ഗാർഡൻ ബോക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ വീഡിയോ വേറെ എടുത്തിട്ടുണ്ട്, ചെയ്യാം ഞാൻ കേട്ടോ. അപ്പം അതിൽ ചെറിയൊരു 2 ബുദ്ധ ഗാർഡനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കും കൂടി ഇനി പെൻഡിങ് ഉണ്ട്. അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇടാം കേട്ടോ, ഗാർഡൻ്റെ വീഡിയോസ്. അപ്പം ഇതൊക്കെ നടക്കുന്ന കാരണമാണ് എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല. എന്താ പറയുക, വീട്ടിലെ കാര്യങ്ങൾ, അതുപോലെ തന്നെ റിനോവേഷൻ വർക്ക് ഉള്ളപ്പം പണിക്കാരുണ്ടാവും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും നോക്കണം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം എല്ലാം കൂടി ആകുമ്പോൾ നല്ല മടിയും വരുന്നുണ്ട് എനിക്ക് വീഡിയോ ഇടാനായിട്ട്. അപ്പം എന്നെ അറിയാവുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ എന്നോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്ത, കുറേ നാളായില്ലേ വീഡിയോസ് ഇട്ടിട്ട്, ഇടാത്ത എന്തേലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അങ്ങനെ. അപ്പം നമ്മളിവിടെ ഹോട്ടലിൽ വന്നിട്ട് മെനു ഒക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ബുക്ക് ചെയ്യുക ചിക്കൻ ബിരിയാണി തന്നെയായിരിക്കും. അപ്പം നിതീഷേട്ടൻ മോള് മാത്രമാണ് ഒന്ന് വേറെ വ്യത്യസ്തമായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഞാനെപ്പോഴും ചിക്കൻ ബിരിയാണി, മിൽക്ക് ഷേക്ക്, ഇത് തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് കറക്റ്റായിട്ട് ഇടാനായിട്ട് ഞാൻ നോക്കാം. അപ്പോൾ ഇത്രയാണ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.